നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാന് ഒന്നും മനസ്സിൽ വെച്ച് ചോദിച്ചതല്ല. വീണതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്നും ഹോസ്പിറ്റലിൽ പോണെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. ഹൈമാവതിക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോയേക്കാം. അതല്ല നാത്തൂനെ ഞാൻ പറഞ്ഞത്. എന്റെ ഈ വേദനയൊക്കെ ഞാൻ സഹിക്കും. എന്റെ മോള് ശ്രേയന്ന് നാണം കെട്ടതിനും അവളുടെ കണ്ണീര് വീണതിനും എന്റെ മനസ്സിലേറ്റ മുറിവിന്റെ വേദനയൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നാത്തൂനെ. ഒരു വിധത്തിൽ എല്ലാം കടിച്ചമർത്തി എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഇവിടെ കയറി വന്നപ്പോ ആ വേലക്കാരി പെണ്ണിനെ മഹിക്കൊപ്പം ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ നാത്തു പറഞ്ഞില്ലേ? അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. അതെ, അത് മോശമായി പോയി ആന്റി. എല്ലാത്തിനും ഞങ്ങൾക്കൊപ്പം നിന്നിട്ട് അവസാനം ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. അല്ല, ഞാനതിന് ആ ഗംഗി സ്വീകരിക്കാൻ ഞാൻ പറയുവോ? പിന്നെ സീമ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരിയുടെ കളി തന്നെ ആയിരിക്കും. ശരിയാ, സീമ ശബ്ദം മാത്രവും കേട്ടത്. അപ്പൊ അത് ഗൗരി തന്നെയായിരിക്കും. ഈശ്വര, ഗൗരി മിമിക്രി കാണിച്ചു തുടങ്ങിയോ? നാത്തുവിന്റെ ശബ്ദം അനുകരിക്കാൻ ഇവക്ക് ഇത്ര എളുപ്പമാണോ? ഈ ഗൗരി കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ആ നാശം പിടിച്ചോളെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു വഴിയില്ലേ? ഒന്ന് പതുക്കെ പറ അമ്മേ, അവൾ കട്ടിലടക്കം തൂക്കിയെറിയും. അയ്യോ, ഗൗരി കല്യാണം മുടക്കാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തതാ. അവളുടെ ആത്മാവിന് അവിടെ എത്താനോ കല്യാണം തകർക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചിട്ടില്ല. എന്നിട്ടും ഈ കല്യാണം മാറിയതാണ്. അതിന്റെ നടുക്കം ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല. നാത്തുവിന്റെ നടുക്കം പതുക്കെ മാറിക്കോളും. പക്ഷെ ഞാനും എന്റെ മോളും എന്ത് ചെയ്യും? ഇതെല്ലാം ആ മഹി ഗംഗയും കൂടി നാടകം കളിച്ചതാ. എല്ലാരും കൂടി എന്റെ മോളെ ചതിച്ചു, അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കി. നാത്തുന്റെ വാക്കിന് ഈ വീട്ടിൽ ഇപ്പൊ എന്ത് വിലയാ ഉള്ളത്? മഹി നാത്തുവിനെ അമ്മയെന്ന് വിളിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? എല്ലാം കൈവിട്ടു പോയില്ലേ? എന്റെ മോൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടോ? ഇനി അവൾക്ക് മഹിയെ കിട്ടുമോ? കിട്ടും. പിന്നെ മഹി ഗൗരിയെ കല്യാണം കഴിച്ചപ്പോഴും ഇതേ ചോദ്യം ഹൈമാവതി എന്നോട് ചോദിച്ചതാ. ആ ഗൗരി ഇന്ന് ജീവനോടെ ഉണ്ടോ? ശ്രേയയും മഹിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ഇത് എന്റെ വാക്കാ. ആന്റിയുടെ വാക്ക് എനിക്ക് വിശ്വാസമാ. ഗംഗ എത്രയും പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കണം. അതിനു മുമ്പ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ ആദ്യ രാത്രിയാ. അത് നടക്കരുത്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. അതിന് വേണ്ടതെന്താന്ന് എനിക്കറിയാം. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, കൈലാസം വീട്ടിലെ മഹാത്മാക്കൾ എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും കൂടി എന്നെ ചതിച്ചൊരു വഴിക്കാക്കിയില്ലേ? ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ കയറിറങ്ങി നടന്നത് എന്തിനായിരുന്നു?
നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വെച്ചൊരു വിവാഹ നാടകം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ആരും മനഃപൂർവ്വം നകുലിനെ ചതിച്ചതല്ല. അല്ലാന്ന് വെറുതെ പറഞ്ഞാൽ അല്ലാതാവില്ലല്ലോ. വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ മുന്നിൽ അപമാനിതനായി തല കുനിച്ചു നിന്നത് ഞാനല്ലേ? നകുൽ, അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. മഹി അത് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. അവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ആർക്കും അത് തടയാൻ സാധിച്ചില്ല. അതില് നകുലിന് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും വലിയ വിഷമമുണ്ട്. നിങ്ങളുടെ വിഷമം നിങ്ങൾ സഹിക്കും, കുറച്ചു കഴിയുമ്പോൾ മറക്കും. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. ദേ നോക്ക്, എന്തിന്റെ പേരിലായാലും ഇവിടെ വന്നിങ്ങനെ ബഹളം വെക്കാൻ പറ്റില്ല. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അത് ഉറപ്പിച്ച് മോതിരം അണിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ ഭാര്യ ആയിരിക്കണം. അല്ലാതെ മിനിറ്റിന് ആളെ മാറ്റി മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധിക്കില്ല. നകുൽ അവിടെ തകർക്കാണെന്ന് തോന്നില്ല. എനിക്കൊന്നും അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. നിനക്ക് പോയെന്ന് നോക്കിക്കൂടായിരുന്നു ശ്രേയെ? ഇപ്പൊ അവിടേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? ഈ മുത്തശ്ശി എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഈ മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിഡ്ഢിവേഷം കിട്ടിയത്. എന്റെ സ്ഥാനം എന്താവൂന്ന് ഇവര് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കി പോവായിരുന്നല്ലോ. സംഭവിച്ചതൊന്നും എന്റെ തെറ്റല്ല നകുൽ. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ മുത്തശ്ശി അങ്ങനെ പറയാൻ പാടില്ല. എന്താ ഇവിടെ പ്രശ്നം? വന്നല്ലോ. ആ നകുൽ ഒരു ഒറ്റ ബുദ്ധിയാ. അയാൾ എന്തൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഊഹവും ഇല്ല. അവിടെ മഹേട്ടനടക്കം എല്ലാരും ഉണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ പേര് വല്ലതും വിളിച്ചു പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ പേര് വിളിച്ചു പറഞ്ഞാ നീ അതങ്ങ് നിഷേധിച്ചേക്കണം. വെറുതെ നിഷേധിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവൻ തെളിവ് സഹിതമായിരിക്കും എല്ലാം വിളിച്ചു പറയുന്നേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ പോണ്ട. എന്നാലും എങ്ങനെയാ മോളെ അവന്റെ കയ്യിൽ തെളിവുകൾ വരുന്നേ? ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ച റെക്കോർഡിംഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഈശ്വരാ, വേറെ എന്തൊക്കെ തെളിവുകൾ അവൻ നമുക്കെതിരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? കഴിഞ്ഞത് കഴിഞ്ഞു. മഹിയൊരു തോന്നലിന് ഇങ്ങനൊരു തോന്നിവാസം ചെയ്തു. ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി. ഞാനത് ക്ഷമിക്കാൻ തയ്യാറാ. നീ അത് ക്ഷമിച്ചെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന് ബഹളം വെക്കേണ്ട കാര്യം എന്താ? എല്ലാം മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞു ചേർത്ത കാര്യമല്ലേ? നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് വെക്കണം. അങ്ങനെ പോകാൻ വന്നതല്ല ഞാൻ. ഗംഗ എനിക്ക് വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.